എന്നിവതിമതിച്ചു ചിന്തിച്ചു മോദിച്ചു ചെന്നുകുചേല മാധവമന്ദിരം സ്വർണ്ണമയം മനോബോധമാനന്ദേന കണ്ടങ്ങനെ ചെന്നു കടന്നിതു ഗോപുരം. പിന്നെയും ഉന്നതവാരണ പത്തിഗ്രഹം നല്ല മതിൽ നല്ല ദ്വാരങ്ങൾ നല്ല മണികൾ ഗൃഹങ്ങൾ പല കണ്ടു. നല്ല മണികൾ ഗൃഹങ്ങൾ പല കണ്ടു. ചെന്നു കുചേല ഒരു ഗൃഹം ഇതു. ചെന്നു കുചേല ഒരു ഗൃഹം പൊക്കിതു. മന്ദിരമെന്നത് പ്രേമോട് സസംക്രമം പ്രിയ സകലനെയും ആഗമനാഥ പുനർന്നു ഭജിപ്പൂ. ആഗമനാഥ പുനർന്നു ഭജിപ്പൂളേ പാടിയും കൈക്കൊണ്ടു നിന്നു മുഖം. പ്രാണപ്രിയ സരസംഗേന പ്രാണീപതി ബിന്ദുക്കൾ വർഷിച്ചു പ്രാണപ്രിയ സഹസംഗേന പ്രാണീപതി ബാഷ്പബിന്ദുക്കൾ വർഷിച്ചു വിപ്രവദിനോ മാധവ സംഗേ സുധന മോദിച്ചു മാധവ സംഗേ സുധനായി മോദിച്ചു. പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകി ഉടമ നന്നായി കഴുകി അതീർത്ഥം ശിരസിൽ സർവപാപാപഹനായ ജനാർദ്ദനൻ നിർവാണതം ധരിച്ചിടാൻ. പിന്നെയും ഗണേന്ദ്രന്റെ കരം പിടിച്ചു അൻപോട് ചാരുതരമായ തന്നോട് മെത്തമേൽ നന്നായിരുത്തി. ചാരുതരമായ തന്നോട് മെത്തമേൽ നന്നായിരുത്തി. സുരദ്രമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു. ദിവ്യാംഗരാഗം നന്നായി അണിയിച്ചു. ദിവ്യാംഗരാഗം പിന്നെ നന്നായി അണിയിച്ചു. പിന്നെ
വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു മാധവൻ മാധവൻ പിന്നെ വിരവോട് പൂജിച്ചു വിരവോട് പൂജിച്ചു കുറവ അന്നേരമത്ര വൈദഗ്ധ്യം മുതലായ നാരിമാറ് അന്നേരമത്ര വൈദഗ്ധ്യം മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിനാറ് അന്നേരമത്ര വൈദഗ്ധ്യം മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിനാറ് വിപ്രപ്രഭനൻ ഇവൻ അതിലിപ്രഭൻ എത്രയും മാലിന്യചാലികരത്തവൻ അംഗം വലിഞ്ഞ് മലിനാപരമിതൻ തന്നിൽ അഭിനയിച്ചിന് ഭഗവാസിന് ഇന്ന് പരുവതിന് എന്തു കാരണം നൊന്നൊന്നത്രിമൊത്താവിചിത്രമ ഓത്താലകില ഗുണമന്ദിരൻ ആദിനാശനം തന്നുടെ കാരുണ്യം പെറ്റും ഇവങ്ങൾ വാസിക്കുന്നത് മൂലം എത്രയും ഭാഗ്യവാന്മാങ്കിലും ഇത്തരം നാരികൾ മന്ദം പറയുമ്പോ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ടുമല്ലാരും കുശലം വിചാരിച്ചു നല്ലൊരു കൂറോട് പിന്നെ ചോദിച്ചു എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുര സ്വന്തമനാ മേ സഖാവാം ഭവാനിക ഇഷ്ടാരൂപയായി എന്ന ഭക്തിയെ ഇഷ്ടികാര്യാർത്ഥനായി വേണ്ടിതോ ചുടോ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നതോ നിഷ്കൽമഷനാം സഭേ തവ മാനസേ ഭാര്യ സുധന സംസാരം എന്നൊരു കാര്യമോഹം ഭഗവാനില്ലെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുന്നത് എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്ന് ലോകോപകാരമായി ചെയ്യണമേ ബ്രഹ്മചര്യം കൊണ്ട് നാം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോട് കൂടി വസിച്ചതാൽ തമ്മിൽ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മലായ നിന്നുള്ളിലുണ്ടോ മറന്നിടോ സദ്ഗുരുഭക്തിരന്മാക്കിനാൽ നാം ചെന്നു സത്വരൻ കാടകം പുറകിനായി അപ്പോൾ നിശീധീകാരോടും അപ്പോ നിശീധീകാരം വർഷമുണ്ടോടും വനാന്തരേ വന്നു നിശീധി കാറ്റും മഴയുമായി കുളിരും പുറത്തു പറഞ്ഞേറ്റം പിന്നെ കരങ്ങളും തമ്മിൽ പിടിപ്പെട്ടു പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു ഭിന്നമായി ധൈര്യവും വിട്ട് ഉറങ്ങിയിടാതെ വനചരജാതിയാൽ നമുക്കുൽപ്പന്നമായ ഭയത്തെ മറന്നു പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തങ്ങളുടെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തിപ്പിടിച്ചു പുണർന്നോർത്തു അന്ന് ഗുരുവരുൾ ചെയ്തു നിങ്ങൾക്കിന്ന് വന്നോ സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യാസമസ്തവും
നന്നായി പരിപൂർണമായി വരുമെന്നതും ഇത്തരം മോദേന സൽഗുരു നമ്മോട് എത്രയും ആശിച്ചു നൽകിയോ എന്നും ഓരോന്ന് നാം അന്നു കളിച്ചത് നന്നായി മറന്നിതോ തോന്നുന്നിതോ സൽഗുരു തങ്ങളുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുരു നമുക്കെയും നമ്മോടും പ്രണാമം ഇത്തരം മാധവാക്യങ്ങൾ കേൾക്കാൻ ഉത്തമഭൂസുരൻ നല്ലവേ ചൊല്ലിയാൻ കൃഷ്ണ നാരായണ നാനാനിഗമ സകലകലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താന്മഗം നാനാചരാചരലോകത്തിനൊക്കെ സ്ഥാനമായിരിക്കും പരമഗുരു ഭവ സാന്ദീപനി ഗൃഹേ വിദ്യ പഠിപ്പതിന് ഒന്നിച്ചു വന്നതും അത്ഭുതം കൃഷ്ണ ഇതം ജഗൽപതി തന്നോടും ഉത്തരം ചെന്നത് കേട്ട മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലിനാൻ നിശ്ചല സദ്ഗുണവാരിധേ നീക പോരുന്ന നേരം നമുക്ക് നൽകിയിടുക ചാരുവാൻ പ്രാകൃതം കൊണ്ടിങ്ങ് പോന്നതോ ആയത് നൽകുക നീ ഇപ്പോഴേ ആയത് മൂലമേറ്റം ഗുണമായൊരു ഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചിടുമറിയാം നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുകയിൽ നല്ല വെള്ളം ഇഷ്ടമായി വരുന്നതോ അല്ലാതെ ഭക്തിഹീനന്മാർ ലോകാദി സത്വരം നൽകിലും മോദിക്കില്ല ഞാൻ ഇത്തരം വാക്കുകൾ കേട്ട് വിപ്രതാ ഉത്തമനാകും മുകുന്ദൻ തന്നുടെ കക്ഷയെ ഒളിച്ചു പറ്റിയിടും വൃദ്ധുക്കത്തെ തക്ഷണം നാണിച്ചു നൽകാതിരുന്നേനോ അപ്പോൾ മുകുന്ദൻ മാനസേ ചിന്തിച്ചു സ്വൽപ്പമാനാമിവൻ അർത്ഥത്തിന് എന്നെയും ചിത്തെ ഭജിച്ചതില്ല സ്വൽപ്പമാനാമിവൻ അർത്ഥത്തിനെന്റെയും ചിത്തെ ഭജിച്ചതില്ല അർത്ഥത്തിന് ഏതിനേ ചിത്തത്തിൽ ആശയില്ലിവന് എങ്കിലും തൽഭക്തിതങ്ങളുടെ വാക്കിനാൽ അർത്ഥത്തിനും ഇപ്പോൾ ഇവിടെ വഴിയുണ്ടെന്നു ഞാൻ ദേവകൾക്കും ലഭ്യാത ഫലങ്ങളെ കേവലം ഭക്തമിത്രങ്ങൾ നൽകിയിടുവൻ യുദ്ധം വിചാരിച്ചു മാധവൻ വിപ്രനോട് എന്തിനെന്ന് ചോദിച്ചു ഭാണ്ഡം പിടിച്ചു ഭാണ്ഡം പിടിച്ചു അടിക്കും വിധോ ഭാണ്ഡം പിടിച്ചടിക്കും വിധോ ഭാണ്ഡം പിടിച്ചടിക്കും വിധോ ഭാണ്ഡം പിടിച്ചടിക്കും വിധോ മോദിച്ചു മാധവൻ അവൾ ഗംഗയാൽ നിർമ്മലമായുള്ളവർ കണ്ട മൂലമായി നിർമ്മായും ഏറ്റവും കൃത്തനായി വേണം എന്നു പറഞ്ഞ് ജഗന്മയി സ്വന്തമുള്ള കയ്യാൽ ഒരു മുഷ്ടി വാരി അങ്ങേറ്റം ആനന്ദേന പുനരതിലേറ്റവും നന്നായൊരു മുഷ്ടി വാരിയിട്ട് തെറ്റന്നു വായിക്കപ്പെടുന്ന തുറന്നപ്പോൾ തെറ്റന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയായ മാധവന്റെ പിടിച്ചമ്പോട് ലജ്ജയാക്ഷമോട് പറഞ്ഞത് അതുമേ ഇന്നോ
മതി മതി വിപ്രോത്തമനിമിഹ എന്നും സുരന്മാർക്ക് പോലും അസാധ്യമായി നീവും ഐശ്വര്യം ഭവിച്ചവന് നിക ഈശ നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്ന് ഇവന് ഇത് പോരും എന്ന് പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ മാധവൻ വിപ്രേന്ദ്രനെ പൂജിച്ചു തന്നുടമെത്തമേലത്ര ശയിപ്പിച്ചു പാദ ശുശ്രൂഷയും ചെയ്തു വന്ദിച്ചതു മോദേ കഥ ചൊല്ലി രമിച്ചതു അങ്ങനെ രാത്രി കഴിഞ്ഞു അനന്തരം മംഗളവിപ്രൻ മംഗളവിപ്രന്യാധികരം മംഗളിച്ച് അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞു ലോകേശനോട് യാത്ര പറഞ്ഞു കുംഭരിലുത്തമ വിപ്രൻ കുംഭരിൽ ഉത്തമ വിപ്രൻ നടന്നിരോ പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു പോകുന്ന മാർഗത്തിൽ ഓരോന്നും ചിന്തിച്ചു കൃഷ്ണരാമാഗരി 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 ഗോവിന്ദ കൃഷ്ണരാമാ